നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫോൺ ഒരു കാരണവശാലും കൊടുക്കരുത്. എനിക്ക് മിമിക്രി ഒന്നും അറിയത്തില്ല. ഫോൺ താ ആന്റി. ഇത് നീ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല. വസനോട് ഞാൻ സംസാരിച്ചോളാം. പാർവതി തന്നെ സംസാരിക്കട്ടെ മോളെ. വസു, ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയാ, നിധി മാത്രമേ ഗൗതമിന്റെ കൂടെ കപ്പിൾ മീറ്റിന് പോകൂ. ആ സെക്രട്ടറി പെണ്ണ് ഏട്ടനെ വശീകരിക്കാൻ ശ്രമിക്കുമെന്ന് സ്ട്രെസ് ചെയ്ത് പറ. അതിൽ നിരീക്ഷിച്ച് തലയും കുത്തി വീഴും. ഈശ്വരാ, പണി പാളിയോ? യാമിനി, ആരാ ഫോണില്? ഫ്രണ്ടാ. അധികം സംസാരമൊന്നും വേണ്ട. വിളിച്ച കാര്യം പറഞ്ഞിട്ട് വേഗം ഫോൺ കട്ടാക്കാൻ നോക്ക്. ആ ശരി. അയ്യോ, ഫോൺ എടുക്കാൻ മറന്നല്ലോ. ഇത്രയും മതിയമ്മേ. ഇനി തുടർന്നാലേ ചിലപ്പോ വസന്തരാന്റെ താഴേക്ക് ഇറങ്ങി വരും. ഈ ഷോ പൊളിയും. ഞാൻ കട്ട് ചെയ്യാണേ. അമ്മ അത് ഫിനിഷ് ചെയ്. വസു, ഇനി കൂടുതലൊന്നും പറയണ്ട. നിധി തന്നെ ഗൗതമിന്റെ കൂടെ കപ്പിൾസ് മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കും. ഇതെന്റെ ഉറച്ച തീരുമാനം. ഈ വീട്ടില് നിങ്ങളുടെ അനീതി വിചാരിക്കുന്നത് മാത്രം നടന്നാ പോരാ. വർഷങ്ങളായി എന്നെ ഈ വീട്ടിൽ അടച്ചിട്ടതുപോലെ നിധിയും തളച്ചിടാനാണ് ഭാവമെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. എന്നെ അങ്ങനെ ആർക്കും തളയ്ക്കാൻ ഞാൻ നിന്നു കൊടുക്കില്ല. എന്നെ താല്പര്യമില്ലാത്തടത്ത് പോകണ്ടെന്നേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ ഇതെന്റെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ ഞാൻ പോവുക തന്നെ ചെയ്യും. ബാധിക്കും മോളെ, ഇത് നിന്റെ ജീവിതത്തെ ബാധിക്കും. അതെനിക്ക് മനസ്സിലായി.